പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയുടെ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെക്കുന്നു. സർക്കാരിന്റെ വധശിക്ഷ നടപ്പാക്കാനുള്ള അപേക്ഷ അംഗീകരിക്കുന്നു കോടതി. ശിക്ഷ റദ്ദാക്കണമെന്ന പ്രതിയുടെ ആവശ്യം കോടതി നിരാകരിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രീയ തെളിവുകളെ ആധാരമാക്കിയാണ് ഹൈക്കോടതി വിചാരണ കോടതിയുടെ വിധിയെ അംഗീകരിക്കുന്നത്, ശരിവെക്കുന്നത്. ഇപ്പോൾ അന്ന് ഈ കേസ് ഒരു നിർണായക ഘട്ടത്തിൽ ഏറെ രാഷ്ട്രീയ വിവാദങ്ങളുണ്ടാക്കിയ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുകയും അതിന് മേൽനോട്ട ചുമതല അന്നത്തെ ADGP ഡോക്ടർ ബി സന്ധിക്ക് സർക്കാർ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഡോക്ടർ ബി സന്ധി തന്നെ 24-നോടൊപ്പം ചേരുന്നുണ്ട്. അജീഷ് ജയകുമാറാണ് ബി സന്ധിക്കൊപ്പം ഉള്ളത്. അജീഷ്, ഒരു പ്രധാനപ്പെട്ട വിധി ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നു. ഈ കേസിന്റെ നിർണായകമായ അന്വേഷണത്തെ, ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ നിരത്തുന്നതിൽ നിർണായകമായ അന്വേഷണത്തെ മേൽനോട്ടം വഹിച്ച വ്യക്തി എന്ന നിലയിൽ ബി സന്ധിയുടെ പ്രതികരണത്തിലേക്ക്. തീർച്ചയായിട്ടും ഒരു പാവപ്പെട്ട അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു കേസ്, റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു കേസിൽ തക്ക ശിക്ഷാവിധി വരുമ്പോ സമൂഹത്തിന് ഒരു വലിയ പാഠമുണ്ട് അതിൽ. അപ്പൊ അതാണ് അതിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്നത്. അതുകൂടാതെ നമ്മുടെ പോലീസ് ടീം അത് വളരെ ഭംഗിയായ പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു. എല്ലാം കോർഡിനേറ്റ് ചെയ്ത്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത്, പ്രതിയിലേക്ക് സീറോയും ചെയ്ത്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസുകളെല്ലാം കളക്ട് ചെയ്തു. ഒപ്പം തന്നെ അതിന്റെ വിറ്റ്നസസ് ഉണ്ടായിരുന്നവരെ കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചതിന്റെ ഫലമായിട്ടാണ് അവസാനം പ്രതിയെ പിടികൂടാനും നിയമത്തിന്റെ മുമ്പിൽ എവിഡൻസ് കൊണ്ടുവരാനും സാധിച്ചത്. അതിനുശേഷം നമ്മുടെ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണനും വളരെ വലിയൊരു റോളുണ്ട് പ്രോസിക്യൂഷൻ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതിൽ. അപ്പൊ ഇതിന്റെയൊക്കെ ഒപ്പം നമ്മുടെ ഫോറൻസിക് ലാബിലെ ടീം, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിലെ ടീം, ഇവരെ ഒന്നും നമ്മൾ കാണുന്നില്ല, നമ്മൾ അറിയുന്നില്ല. പക്ഷെ അവരെല്ലാവരും നന്നായിട്ട് പ്രവർത്തിച്ച് അതിന്റെ റിസൾട്ട് കൊടുത്തത്, അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് നമ്മളൊരു ചിതറിക്കിടക്കുന്ന മുത്തുകൾ പോലെയാണല്ലോ എവിഡൻസ്. അത് കോർത്തിണക്കി ഒരു മാല ഉണ്ടാക്കി എന്ന് പറയുന്ന പോലെ പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചത്. അപ്പം സൈബർ എവിഡൻസ്, അപ്പൊ നമ്മൾ ഒരുപാട് ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ എളുപ്പം കഴിഞ്ഞു. പക്ഷെ അതിനു വേണ്ടിയിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസുകാരുൾപ്പെടെയുള്ള സൈബർ വിദഗ്ധരുടെ ഒരു ടീം അവിടെ പ്രവർത്തിച്ചിരുന്നു. അതുപോലെ പ്രോസിക്യൂട്ടറെ സഹായിക്കാനായിട്ട് ആണെങ്കിലും ചില പോലീസുകാർ കോടതിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ ടീമിന്റെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണിത്. അവരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നത്. മാഡം, അന്ന് ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അന്ന് തുടക്കത്തിൽ അന്വേഷണമൊക്കെ വലിയ പാളിച്ചകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, വിവാദം ഉണ്ടായിരുന്നു. പിന്നീടാണ് മേഡത്തെ ആ അന്വേഷണ സംഘത്തിന്റെ ഹെഡായിട്ട് വന്നത്. അത് ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ ഒരു ഡിസിഷൻ ആയിരുന്നോ? അത് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഡിസിഷൻ തന്നെ ആയിരുന്നു. ഒരു പുതിയ ടീമിനെ കൊണ്ടുവന്നത് എന്നെ ആ ദൌത്യം ഏൽപ്പിച്ചത് തന്നെയാണ്. ഘട്ടത്തിലൊക്കെ ഈ അന്വേഷണം പല രീതിയിൽ വഴിതെറ്റിപ്പോയിരുന്നു. പിന്നീട് എന്തൊക്കെയായിരുന്നു ഇതിന്റെ വെല്ലുവിളി? പക്ഷെ ഈ തെളിവുകളെല്ലാം ഇത്രയും കൃത്യമായി ക്രോഡീകരിച്ച് കോടതിയിലെത്തി അത് വീണ്ടും പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ വെല്ലുവിളിയല്ലേ? തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. കാരണം പ്രതി ആരാണെന്ന് യാതൊരു തരത്തിലുള്ള ക്ലൂ ഇല്ല. അതിന് ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പൊ ഞങ്ങളെ ഏറ്റെടുക്കുന്ന സമയത്ത് സയന്റിഫിക് എക്സാമിനേഷന്റെ റിസൾട്ടുകൾ പലതും വന്നിട്ടില്ല. അപ്പൊ വന്നു കഴിയുമ്പോൾ തന്നെ ഒരു DNA റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രതിയെ കിട്ടിയാൽ മാത്രമേ ആ DNAയിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ പ്രതി ആരാണെന്ന് കണ്ടെത്തുന്നത് തന്നെയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. യാതൊരു ക്ലൂ ഇല്ലാതെ കിടക്കുന്നു. പിന്നെ നമുക്കൊരു സംശയം വന്നപ്പോഴേക്കും തന്നെ അയാളെ ഏതാണ്ട് ബംഗ്ലാദേശ് ബോർഡർ വരെ എത്തിക്കഴിഞ്ഞു. അപ്പൊ അത്ര ഒരുപാട് വെല്ലുവിളികൾ. അതുപോലെ ആദ്യം ചെല്ലുമ്പം ഒരു ഐ വിറ്റ്നസ് പോലും ഇല്ലല്ലോ. അത് പിന്നീട് ഇതാരും കണ്ടവരാരും ഓടി വന്നും പോലീസിന്റെ അടുത്ത് പറയില്ലല്ലോ. അപ്പൊ അത് ഒരുപാട് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് അവരുടെ അടുത്തേക്ക് അവർക്ക് കോൺഫിഡൻസ് കൊടുത്തൊക്കെ എത്തി ചോദിച്ചു കഴിയുമ്പോഴേ അത് നാച്ചുറൽ വിറ്റ്നസസ് ആണ്, വളരെ നാച്ചുറൽ ആയിട്ടുള്ള വിറ്റ്നസസിനെയാണ് നമുക്ക് കിട്ടിയത്.
അപ്പൊ അതിനൊക്കെ ടൈം എടുക്കും. അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു അതെല്ലാം. ചെരുപ്പാണ് ഭയങ്കര ഒരു ക്ലൂവിലേക്ക് അതിന്റെ തുടക്കം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായിരുന്നു അതിന്റെ ഒരു തുടക്കം. ഇനി സുപ്രീം കോടതിയിൽ പോകാനിരിക്കുന്ന കേസാണ്. അതിന്റെ ഒരു അത്തരം എവിഡൻസിലേക്ക് ഞാൻ കടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും അതൊരു നിർണായകമായ ഒരു എവിഡൻസ് തന്നെ ആയിരുന്നു. അതിൽ കൂടുതൽ അതിന്റെ നിറ്റിഗ്രിറ്റീസിലേക്ക്, ഇൻവെസ്റ്റിഗേഷന്റെ നിറ്റിഗ്രിറ്റീസ് അത് പലതും പൊതുജനങ്ങളിലേക്ക് എത്തേണ്ടതല്ല എന്നാണ് വ്യക്തിപരമായിട്ട് എന്റെ ഒരു വലിയൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നിലയിലുള്ള വിശ്വാസം. കോടതി വിധി എന്തായാലും പോലീസിന്റെ അന്വേഷണം ഒരു വലിയൊരു അംഗീകാരം. തീർച്ചയായിട്ടും. താങ്ക് യു. എന്താ പേര്? തുമ്പോ തുരുമ്പോ തെളിവോ സൂചകങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കേസിൽ, ദൃക്സാക്ഷികളില്ലാതിരുന്ന ഒരു കേസിൽ കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി, അതിലെ വെല്ലുവിളികൾ എന്തായിരുന്നു, അവിടെ ആരുടെയൊക്കെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇത്തരത്തിലൊരു വിധി, അത് സമൂഹത്തിന് മാതൃകാപരമായ ഒരു വിധി, പ്രോസിക്യൂഷനും പോലീസിനും ഒക്കെ ആത്മവിശ്വാസം പകരുന്ന ഒരു കോടതിയുടെ വിധി വന്നത് എന്നതിന്റെ വഴിയാണിപ്പോൾ ഡോക്ടർ ബി സന്ധ്യ, അന്നത്തെ മുൻ എ ഡി ജി പി ആയിരുന്ന, അന്ന് ഈ കേസിന്റെ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം സർക്കാർ ഏൽപ്പിച്ചപ്പോൾ അതിന്റെ മേൽനോട്ട ചുമതല ഏൽപ്പിച്ച ഡോക്ടർ ബി സന്ധ്യയാണ് ഇപ്പോൾ 24നോട് പ്രതികരിച്ചത്. ഏതായാലും മാതൃകാപരമായ ഒരു ശിക്ഷാവിധി എന്നതാണ്, ഏറെ സന്തോഷം നൽകുന്ന, പ്രോസിക്യൂഷൻ ആത്മവിശ്വാസം പകരുന്ന ഒരു വിധി എന്ന് തന്നെയാണ് ഡോക്ടർ ബി സന്ധ്യയും ഇപ്പോൾ 24നോട് പ്രതികരിച്ചിരിക്കുന്നത്. ആ കേസിന്റെ നാൾവഴികൾ, അന്വേഷണത്തിലെ നിർണായക ഘട്ടങ്ങൾ ഉൾപ്പെടെ അതിലെ പ്രധാനപ്പെട്ട സൂചകങ്ങളെ എങ്ങനെ അതിലേക്ക് എത്തിയെന്നത് കൂടി ബി സന്ധ്യ ഇപ്പോൾ വിവരിക്കുകയുണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.